പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിലെ പ്രധാനപ്പെട്ട 4 യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, എംജി യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റികളിൽ കഴിഞ്ഞ വർഷം മുതൽ 4 വർഷ ഡിഗ്രി നടപ്പിലാക്കി. കഴിഞ്ഞ വർഷം നടപ്പിലാക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, തേർഡ് സെമസ്റ്ററിൽ വിദ്യാർത്ഥികൾക്ക് മേജർ ചേഞ്ച് ചെയ്യാമെന്നുള്ളത്. കുട്ടി പഠിക്കുന്ന കോഴ്സ് ചേഞ്ച് ചെയ്യാം, അതിന് ക്രൈറ്റീരിയകൾ ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. വിദ്യാർത്ഥി എന്തായിരിക്കണം, പഠിച്ച മൈനറിലേക്കോ അല്ലെങ്കിൽ MDCയിലേക്കോ ആണ് മാറാൻ സാധിക്കും. രണ്ടാമത് പറഞ്ഞതാണ് കോളേജ് ട്രാൻസ്ഫർ, 3 യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കോളേജുകളിലൊക്കെ മേജർ ചേഞ്ച്, കോളേജ് ലെവൽ മേജർ ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില കോളേജുകളൊക്കെ അത് അവസാനിച്ചു. അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ അതിന്റെ പ്രക്രിയ അവസാന ഘട്ടത്തിലേക്കാണ്. അങ്ങനെ ഓരോന്ന് കടന്നു പോകുമ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോഴും വലിയൊരു സംശയത്തിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പല യൂണിവേഴ്സിറ്റിയുടെയും ഓർഡർ കൃത്യമായിട്ട് വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായതും, ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോയി ചോദിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഇതിൽ ചില മാറ്റങ്ങളൊക്കെ വരാം, എന്നാലും പറയുന്നതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വളരെ കറക്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. ചില ഓട്ടോണമസ് കോളേജ് മേജർ ചേഞ്ച് കഴിഞ്ഞു, കോളേജ് ട്രാൻസ്ഫർ അവസാനിച്ചിട്ടുണ്ട്. ചില ഓട്ടോണമസ് കോളേജിന്റെ അപേക്ഷകളൊക്കെ അതായത് ഓട്ടോണമസ് കോളേജാണ് അപേക്ഷകൾ സ്വീകരിക്കുക, അതിന്റെ നടപടികൾ. നിങ്ങൾക്ക് ഏതെങ്കിലും ഓട്ടോണമസ് കോളേജിലേക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കോളേജിൽ പോയിട്ട് സീറ്റ് വേക്കൻസി ഉണ്ടോ, ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചറിയാം എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പോസിബിൾ ആയിട്ടുള്ള ഒരു വഴി. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ കോളേജ് ട്രാൻസ്ഫറിനും ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ, ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും അതിന്റെ മാർക്ക് ക്രൈറ്റീരിയ ആണ് ഫസ്റ്റ് പറയുന്നത്. മാർക്ക് ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നത് ആദ്യ 2 സെമസ്റ്ററിലെ മാർക്കാണ്. ആദ്യ 2 സെമസ്റ്ററിലെ മാർക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, സപ്ലി ഉള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറിന് അത് സപ്ലി ഉള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഒരു യൂണിവേഴ്സിറ്റി മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സപ്ലി ഏതെങ്കിലും വിഷയത്തിൽ ഒരു സപ്ലി ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനം, കോളേജ് ട്രാൻസ്ഫറിന് ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ സപ്ലി ഉള്ളവർക്ക് സമ്മതിക്കാതിരിക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അത് പൂർണ്ണമായിട്ടുള്ള ഓർഡർ വന്നാലേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇന്ന് യൂണിവേഴ്സിറ്റി പോയ സമയത്ത് സപ്ലി ഉള്ളവർക്കും അപേക്ഷിക്കാൻ ചാൻസ് ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിന് ആ വിഷയത്തിൽ ആ വിദ്യാർത്ഥിക്ക് 0 മാർക്ക് ഇട്ടിട്ടായിരിക്കും ആ മാർക്ക് ക്രൈറ്റീരിയ പരിഗണിക്കാം. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചില സെമസ്റ്ററിൽ അങ്ങനെ സപ്ലി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു വിഷയം സപ്ലി ഉണ്ടെങ്കിൽ കുട്ടിയുടെ SGPA ഉണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് അവർ പറഞ്ഞത് ആ സെമസ്റ്ററിൽ ആ വിഷയങ്ങൾക്ക് 0 ആയിട്ടിട്ട് മാർക്ക് ടോട്ടലായിട്ട് ആഡ് ചെയ്ത് യൂണിവേഴ്സിറ്റിന്റെ അടുത്തുണ്ടല്ലോ ബാക്കി മാർക്കുകളൊക്കെ, അത് വെച്ചിട്ട് അവർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അങ്ങനെ തയ്യാറാക്കുമ്പോൾ ഈ സപ്ലി ഉള്ള വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ ബാക്കിലായിരിക്കും ഉണ്ടായിരിക്കും. അതാദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക, ബാക്കിലാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കൂടുതൽ അപേക്ഷകൾ വന്നിട്ടില്ലെങ്കിൽ ഇവർക്ക് അഡ്മിഷൻ എടുക്കാനുള്ള പോസിബിൾ ആയിട്ടുള്ള അവസരം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ മേജർ ചേഞ്ച്, ഇതിന്റെ കൂടെ തന്നെ കോളേജ് ചേഞ്ചിന് മേജർ ചേഞ്ച് ആണ് വിദ്യാർത്ഥി നോക്കുന്നതെങ്കിൽ, മേജർ ചേഞ്ച് കൂടി നോക്കുകയാണെങ്കിൽ അവിടെ നോക്കുക, നിങ്ങൾ ഏത് വിഷയത്തിലേക്കാണോ മാറാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിലെ മാർക്കാണ്. ഇപ്പൊ ഞാൻ എക്കണോമിക്സ് ആണ് എന്റെ മേജർ, ഞാൻ പൊളിറ്റിക്സിലേക്ക് മാറാൻ നോക്കുമ്പോൾ എന്റെ മൈനർ ആയിട്ട് MDC ആയിട്ട് പഠിച്ച ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിലെ MDCന്റെ മൈനർ ഏതാണോ ഞാൻ പഠിച്ചത്, പൊളിറ്റിക്സിലേക്ക് മാറാൻ ഏതെങ്കിലും ഒന്ന് ഞാൻ പഠിക്കണമല്ലോ, അതിന്റെ മാർക്കാണ് എടുക്കുക. അപ്പൊ പിന്നെ മറ്റു വിഷയങ്ങൾക്ക് സപ്ലി അവിടെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ള റൂൾ വരണം. പിന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മേജർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളെ മൈനർ മാറുമല്ലോ എന്നുള്ളത്. ഓക്കെ, മേജർ ചേഞ്ച് ചെയ്യുമ്പോൾ മൈനർ മാറാം, മൈനർ വെച്ച് മാറുമ്പോൾ മാറാൻ ചാൻസ് ഇല്ല. പക്ഷെ കോളേജ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഞാൻ പോകുന്ന കോളേജിൽ ഞാനിപ്പോൾ പഠിക്കുന്ന മൈനർ ഇല്ലെങ്കിൽ എന്റെ മൈനർ ചേഞ്ച് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോ അതിന് പോസിബിൾ ആണോ? നിങ്ങൾക്ക് അങ്ങനെ മാറാം. പക്ഷെ അവിടെയുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, നിങ്ങളുടെ പാത്വേ മാറും. ഫസ്റ്റ് പാത്വേയിലേക്ക് നിങ്ങൾ വരും.
ഫസ്റ്റ് പാത്വേ എന്ന് പറയുന്നത് സിംഗിൾ മേജർ ആയിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് മാറും. സിംഗിൾ മേജറിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആദ്യത്തെ 3 സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന മൈനർ ഫസ്റ്റ് സെമസ്റ്ററിന് തന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ ആവണം എന്നില്ല, സെക്കൻഡ് സെമസ്റ്ററിന് തന്നെ തേർഡ് സെമസ്റ്ററിൽ ആവണം എന്നില്ല. അപ്പോൾ അവിടെയും വിദ്യാർത്ഥികൾ കൺഫ്യൂഷൻ ഉണ്ട്, അത് എന്റെ ഡിഗ്രിയെ ബാധിക്കും. ഡിഗ്രി ഒന്നും അത് ബാധിക്കില്ല. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള 4 വർഷം കഴിയുമ്പോൾ ഇതിന്റെ കോലവും ചേലും എന്ന് നമ്മൾ പറയല്ലോ, ആ രീതി ഇതിന് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഒരു പ്രൈവറ്റ് ജോലിക്കോ അല്ലെങ്കിൽ മറ്റൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ PGയിലേക്കോ പോകുമ്പോൾ അതൊരു എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഓക്കെ, എന്നാൽ ചില സാധനങ്ങൾക്ക് ഇന്ന മൈനറെങ്കിലും പഠിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളൊരു ചില ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ അതിന് വ്യക്തമായിട്ടുള്ള റൂൾ വരാം. അതിന് ഞാൻ പറയാൻ കാരണം, മുൻപ് ഒരു 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 ക്ലാസ്സിലെ ഒരു കോഴ്സിലെ വിദ്യാർത്ഥികൾ നിർബന്ധമായി പഠിക്കേണ്ടതായിരുന്നു മൈനർ. ഒരു ക്ലാസ് ഇപ്പോൾ ഫിസിക്സിലെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പഠിച്ചിരുന്ന മൈനർ പ്രധാനമായിട്ട് കെമിസ്ട്രിയും അതുപോലെ തന്നെ മാത്സുമാണ് മൈനർ ആയിട്ട് വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടാവാം. ആ ഒരു ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളും അതേപോലെയാണ്. എന്നാൽ പുതിയ സിസ്റ്റത്തിൽ ഒരു ക്ലാസ്സിലെ വ്യത്യസ്തമായിട്ടുള്ള മൈനർ വിദ്യാർത്ഥികൾക്ക് എടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇതിന്റെ റൂളുകൾ, ഇതിന്റെ മറ്റു റൂളുകൾ, ഇപ്പോൾ ഫിസിക്സിന്റെ കൂടെ അന്ന് പറഞ്ഞിരുന്ന മൈനർ, അന്ന് സബ്സിഡിയറി എന്ന് പറയാം, ഫിസിക്സ് മാത്സും അതുപോലെ തന്നെ കെമിസ്ട്രിയും പഠിക്കാത്ത ഏതെങ്കിലും ഒന്ന് മാറി കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് BEd ചെയ്ത് കഴിഞ്ഞാൽ ഹൈസ്കൂൾ പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ മുമ്പുണ്ടായിരുന്ന റൂളാണ്. ഇതിലൊക്കെ PSCയുടെ അടുത്ത് റൂളുകൾ മാറാണ്, ഗവൺമെന്റ് തലത്തിൽ റൂളുകളൊക്കെ ഇതിൽ മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്റെ മൈനർ മാറിക്കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനത്തെ വിദ്യാർത്ഥികൾ പാത്വേ എന്ന് മാറണം, എനിക്ക് ഇതേപോലെ പോകണം എന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ അങ്ങനത്തെ മൈനർ ഉള്ളിടത്തേക്ക് മാത്രം കോളേജ് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കൺഫ്യൂഷനിൽ വെച്ചിട്ട് നിങ്ങൾ കോളേജ് ട്രാൻസ്ഫറിന് അഭിമുഖീകരിക്കരുത്. 2, ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ അപ്ലിക്കേഷൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അന്വേഷിച്ച സമയത്ത് ഓൺലൈനിലാണ് അപ്ലിക്കേഷൻ. ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ഓഫ്ലൈനിൽ വിളിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിന് മുമ്പ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ സ്റ്റുഡൻസ് പോർട്ടൽ തന്നെ ആകണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പല വിദ്യാർത്ഥി സ്റ്റുഡൻസ് പോർട്ടൽ എന്ന് പറയുന്നുണ്ട്. അന്വേഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ അഡ്മിഷൻ വിങ്ങിലൊക്കെ ആയിരിക്കും അതിന് അപേക്ഷ ക്ഷണിക്കാനുള്ള സാധ്യത ഉള്ളത്. അത് കൃത്യമായിട്ട് അതിന്റെ ഗൈഡ് ലൈൻസ് അടുത്ത ദിവസങ്ങൾ അടുത്തൊരാഴ്ചക്കുള്ളിലാണ് ഇതിന്റെ ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ വരിക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സീറ്റ് വേക്കൻസി പബ്ലിഷ് ചെയ്യും. ആ സീറ്റ് വേക്കൻസിക്ക് അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആ അപ്ലൈ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അങ്ങനെ ഓരോ കോളേജിലേക്ക് വന്നതിന്റെ ഈ മാർക്ക് ക്രൈറ്റീരിയ ഉണ്ടല്ലോ, ഫസ്റ്റ് സെമസ്റ്ററിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറായി കോളേജുകൾക്ക് കൈമാറും. കോളേജ് വിദ്യാർത്ഥികളെ കോൺടാക്ട് ചെയ്തിട്ടാണ് അഡ്മിഷൻ കൊടുക്കുക, എത്രയാണോ സീറ്റ് ഉള്ളത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ സീറ്റ് വേക്കൻസി. അവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് പാലിക്കേണ്ട റിസർവേഷൻ റൂള് പാലിക്കേണ്ടി വരും. ഓക്കെ, റിസർവേഷൻ റൂള് പാലിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു കോളേജിൽ സീറ്റ് വേക്കൻസിയിൽ SC സീറ്റ് ആണെങ്കിൽ SC വിദ്യാർത്ഥികൾക്ക് മാത്രമേ അതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. അത് കൃത്യമായിട്ട് സീറ്റ് വേക്കൻസി ഏതൊക്കെ കാറ്റഗറി വൈസ് സീറ്റ് വേക്കൻസി തന്നെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. ബാക്കി ഓരോ വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് അപ്ഡേഷനുകൾ നിങ്ങളിലേക്ക് എത്തിക്കും. ഇത് പൂർണ്ണമായിട്ടുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒന്നല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി നമുക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു വിഷയം ഉള്ളത്, മേജർ ചേഞ്ച് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാ, ഞാൻ ഇപ്പോൾ മലയാളത്തിനാണ് എന്റെ മേജർ, ഞാൻ ഇംഗ്ലീഷിലേക്ക് ചേഞ്ച് ചെയ്തു, എന്റെ മൈനറിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫസ്റ്റ് സെമസ്റ്ററിലെയും സെക്കൻഡ് സെമസ്റ്ററിലെയും മേജർ വീണ്ടും എഴുതിയെടുക്കണോ? അതിനും വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ഇതുവരെ ആയിട്ടില്ല. ഓട്ടോണമസ് കോളേജിലൊക്കെ മാറിയ വിദ്യാർത്ഥികളോട് അങ്ങനെ വരികയാണെങ്കിൽ എഴുതിയെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ മൈനർ ചേഞ്ചിൽ നിങ്ങൾ മൈനർ ചേഞ്ച് ചെയ്യാതെ നിങ്ങൾ പോകുന്ന കോളേജിൽ ഇല്ലാത്ത അവിടെ ഇപ്പോൾ നിങ്ങൾ പഠിച്ച മൈനർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ മൈനറിലേക്ക് മാറാനുള്ള അവസരമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് അങ്ങനെ മൈനർ ചേഞ്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിലെ മൈനറുകൾ വീണ്ടും എഴുതിയെടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. കൃത്യമായിട്ട് അതിൽ 1ാം ഘട്ടം ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഈ വർഷം അവസാനിച്ച് അടുത്ത കൊല്ലത്തെ വിദ്യാർത്ഥികളാകുമ്പോൾ നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറയാൻ സാധിക്കും. കൺഫ്യൂഷനുകളൊന്നും കൂടുതലായിട്ട് വേണ്ട. അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്തടുത്ത അപ്ഡേഷനുകൾ വരുന്ന സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതാണെന്ന് അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.